ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബാഗിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പഴയ ചുരിദാറുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴയ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബാഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്ലോത്തും പിന്നെ അതിൻ്റെ ഉൾവശത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങുന്ന ഒരു സഞ്ചിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഈ ഒരു സഞ്ചി ഇല്ലെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു തുണി സഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തുണിസഞ്ചി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റിഫിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ചാക്കും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ അരിയൊക്കെ കൊണ്ടുവരുന്ന ഈ ഒരു ചാക്കും അതേപോലെ ഈ ഒരു ക്ലോത്തും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബാഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ നമുക്ക് സ്റ്റിച്ചിങ് അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പശ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തുന്നിയിട്ടും ചെയ്യാം കേട്ടോ. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് നമുക്ക് തുന്നിയിട്ടും നമുക്ക് ഈ ഒരു ബാഗ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തുന്നിയിട്ടും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. റെഡിമെയ്ഡ് ലുക്ക് തന്നെ ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ലുക്ക് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇത് 2 മടക്കാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാഗിന് എത്ര നീളം വേണം, എത്ര വീതി വേണം, അതൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുക്കുക. ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാനൊരു അളവിന് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇത്ര ഒരു സിബ് വെക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഒരു ക്ലോത്ത് അവിടെ ഒന്ന് എക്സ്ട്രാ വിടണം കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള ഒരു ഇതും കൂടെ അവിടെ വേണം. അപ്പോൾ ഇത്ര പോലെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഈ മുൻവശത്ത് നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഒരു ചാക്ക് വെട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, ഈ ഒരു സഞ്ചി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 മടക്കിൽ ഇതുപോലെ ഈ ഒരു ക്ലോത്ത് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ നമുക്ക് ആ ഒരു സഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സഞ്ചി ഞാൻ അതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗ് നല്ലൊരു സ്റ്റിഫായിട്ട് നല്ലൊരു ബലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് മുകളിൽ ഇത്ര ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് വെച്ച് കൊടുക്കാൻ. കാരണം നമുക്ക് അവിടെ സിബ് വെക്കുന്ന ഭാഗം ഒന്ന് കട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആ ഭാഗത്ത് കട്ടി കൂടി കഴിഞ്ഞാൽ നമുക്ക് സിബ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗം ഇവിടെ ഒഴിവാക്കിയിട്ടിട്ട് ഇതുപോലെ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ ഈ ഒരു സഞ്ചി ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ വെക്കുമ്പം അതിൻ്റെ ആ പ്രിൻ്റൊക്കെ ഉള്ള ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു വൈറ്റ് ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ 4 വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് എടുക്കണം. ഒട്ടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചെടുത്താലും മതി, സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മുകളിൽ സിബ് വെക്കാനുള്ള അത്രയും ഭാഗം ഒഴിവാക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളിതുപോലെ ഒന്ന് 4 വശവും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം ഇവിടെ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്, ബാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേറെ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഈ ഒരു സഞ്ചിൻ്റെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് മറച്ച് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫിനിഷിങ് ആയി കിട്ടും. എനിക്കിതിൻ്റെ പുറമേ നല്ല വൈറ്റ് കളറായതുകൊണ്ട് ഞാൻ വേറെ ക്ലോത്ത് ഒന്നും വെക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു ഒഴിച്ചിട്ടിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം ഒരു 1/2 ഇഞ്ചോളം നമ്മളൊന്ന് വിട്ടിട്ട് വേണം കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം അങ്ങനെ വിട്ടിട്ട് നമ്മൾ മടക്കിയിട്ട് വേണം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സിബ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് വിട്ടിട്ട് ബാക്കി അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു അറ്റത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക, തുന്നി എന്ത് ചെയ്യുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ 2 പീസിലും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് മടക്കിയിട്ട് അറ്റത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. നമുക്ക് വെറുതെ ബാഗൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
അതാ ഞാൻ 2 പീസിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ചോളം ഈ ഒരു സഞ്ചി ഇല്ലാത്ത ഭാഗമാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് കറക്റ്റായിട്ട് 2 പീസും കറക്റ്റായിട്ട് ഒന്ന് ബാക്കി എക്സ്ട്രാ വരുന്ന പാർട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബാഗിന് വെക്കാനുള്ള വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു ക്ലോത്ത് മാത്രമായിട്ട് മടക്കിയിട്ട് ചെയ്താലും മതി. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വേറെ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഈ ഒരു സഞ്ചി ഉള്ളിൽ പോകുന്ന രീതിയിൽ വെക്കും ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഇതിന് വെക്കാനുള്ള സിബ്. നമുക്ക് പഴയ ബാഗിൻ്റെ ഏതെങ്കിലും സിബൊക്കെ എടുത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ പുതിയത് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിത് പഴയ ബാഗിൻ്റെ അയച്ചെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു സിബാണ് കേട്ടോ ഞാൻ ഇതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിബ് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ വള്ളി ഒന്ന് റെഡിയാക്കി എടുക്കണം. സിബ് അതുപോലെ നമ്മൾ നല്ല വശത്ത് ഇതുപോലെ സിബിൻ്റെ നല്ല വശവും ഈ ക്ലോത്തിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ വള്ളിയുടെ ഒരു അറ്റം വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിബ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് വള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് മാത്രം ഒന്ന് എത്ര വീതി വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മടക്കിയിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ചാക്കിൻ്റെ ബാക്കി പീസ് ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് 2 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മടക്കി വള്ളി സ്റ്റിച്ച് ചെയ്താൽ ഒന്നും കൂടെ ഒന്ന് സ്റ്റിഫായിട്ട് നല്ല ബലത്തിൽ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു വള്ളി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പഴയ ബാഗിൻ്റെ ലെതറിൻ്റെ വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്ലോത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ലെതറിൻ്റെ വള്ളി കടത്തി കൊടുത്താൽ ഇതുപോലെ സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചാക്കിൻ്റെ പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വള്ളി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നല്ല ബലത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വള്ളി സിബിൻ്റെ ഉള്ളിലൂടെ വെച്ചിട്ട് നമുക്കൊന്ന് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഈ ഒരു പീസിൻ്റെ നല്ല വശം ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വള്ളി വെക്കാനുള്ള ഈ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഒന്നും കൂടെ മടക്കിയിട്ട് 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ 2 സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 വശം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഈ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇതുപോലെ വള്ളിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ വള്ളിയുടെ മറ്റേ ഭാഗം അപ്പുറത്തെ പോയിന്റിലും വെച്ചിട്ട് നല്ല വശത്താണ് കേട്ടോ വെക്കേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ട് സിബിൻ്റെ നല്ല വശവും ഈ ഒരു ബാഗിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ പീസിലും നമ്മൾ അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് അപ്പുറത്തെ പീസിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ നമ്മൾ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് മറിക്കുക. എന്നിട്ട് മറ്റേ ഭാഗം ഈ സിബിൻ്റെ മറ്റേ വശത്തും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതാ ഞാൻ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ അതിൻ്റെ വള്ളിയും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. റെഡിമെയ്ഡ് ബാഗിൻ്റെ ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ചീത്തവശത്തേക്ക് നിന്ന് മറിച്ചെടുത്തതിന് ശേഷം താഴ്വശവും 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അതാ ഞാൻ രണ്ട് സൈഡും താഴ്വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു ബേസ്, ബാഗിനൊരു ബേസ് ഉണ്ടാവുമല്ലോ, ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ താഴ്വശം നിൽക്കുന്ന ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ചീത്തവശത്തേക്ക് ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കോണിൽ ഇതുപോലെ ഒന്ന് താഴ്വശത്ത് ഇതുപോലെ ഒന്ന് കോണാക്കി പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു 2-2.5 ഇഞ്ചോ ഈ ഒരു കോണിലൊന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ മറ്റേ സൈഡിലും നമ്മൾ ഒരു കറക്റ്റായിട്ടൊരു മറ്റേ വശത്തും അതേപോലെ തന്നെ കോണാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ ഒന്ന് കോണിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വശത്ത് എത്രയാണോ മാർക്ക് ചെയ്തത് അതേ അളവ് തന്നെ മറ്റേ വശത്തും ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ, മാറിപ്പോവരുത്. അതാ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഒരു മാർക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് 2 വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ ബാഗിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് പ്രസ് അടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ താഴ്വശം ആ ഒരു ബേസ് കറക്റ്റായിട്ട് നമുക്ക് ആ നിൽക്കാനുള്ള ആ ഒരു ഭാഗമാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. സ്റ്റിച്ചിങ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. കൈത്തുന്ന് തുന്നിയിട്ടും നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. താഴ്വശവും ആ ഒരു 2 സൈഡും മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. പിന്നെ ഈ ഒരു സിപ്പും, അത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉൾവശത്തും വേണമെങ്കിൽ നമുക്ക് പോക്കറ്റൊക്കെ ചെയ്തെടുക്കാം. പിന്നെ എന്തെങ്കിലും വർക്കുകളൊക്കെ പിന്നെ ബീഡ്സോ അല്ലെങ്കിൽ ബോ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ബാഗ് റെഡിമെയ്ഡ് ലുക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡും ഈ ഒരു താഴ്വശമൊക്കെ ഇതിൻ്റെ ഒരു ബേസൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ നമ്മുടെ ബാഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പഴയ ചുരിദാറൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബാഗ്, ഇതുപോലത്തെ ബാഗുകളൊക്കെ ചെയ്തെടുക്കാം. കളർ മങ്ങാത്ത ചുരിദാറുകളൊക്കെ, നമുക്ക് സൈസ് പാകാത്ത ചുരിദാറുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ബാഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചുരിദാറൊക്കെ ആണെങ്കിൽ ആ സ്ലിറ്റിൻ്റെ താഴെ നിന്നാണ്ട് കട്ട് ചെയ്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ ഈസിയാണ് ചുരിദാർ വെച്ചിട്ടൊക്കെ ചെയ്യാൻ. അപ്പോൾ അതാ ഞാൻ ഇതുപോലത്തെ ഒരു ബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് അറിയായിരിക്കും. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഫ്രോക്കിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോ ഉണ്ടാക്കി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വള്ളി വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ വെറുതെ നമ്മളെ വീട്ടിലൊക്കെ പഴയ ക്ലോത്തുകളും അതേപോലെ നമ്മൾക്ക് സൈസ് പാകാവാത്ത ചുരിദാർ, ഫ്രോക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ ബാഗൊക്കെ, അപ്പോൾ ഇതേപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു ലുക്ക് തന്നെ നമുക്ക് ബാഗ് പല മോഡലിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വേറെ ബാഗിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും പുതിയതായിട്ടുള്ള ബാഗിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? അപ്പോൾ വേഗം ഒന്ന് പോയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. കാരണം സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റെഡിമെയ്ഡ് ലുക്ക് തന്നെ നമുക്ക് ബാഗ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.